അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അവരെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കയ്യും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളെ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നെന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ യോഹന്നാൻ 6:6 വചനമുണ്ട്. വേറൊരു വചനമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടും. യോഹന്നാൻ 6:6 എടുത്തേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അവനെ പരീക്ഷിക്കാനാണ് യേശു അങ്ങനെ പറയണത്. നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ പറയണം. പക്ഷെ നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അത് വായിച്ചേ. യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഇത് സിമ്പിളായിട്ട് എല്ലാ പ്രഭാഷകന്മാരൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു വചനമാണ്. കാര്യം നമ്മൾ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും പ്രഭാഷകർ പറയാറുണ്ട്. ഞാനിവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനസ്സിൽ കരുതിയിരുന്നെന്ന സംഭവമില്ലേ, എന്താണ്? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വാക്കുകൾ പ്രധാനപ്പെട്ട. ഒന്ന് നേരത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ ആൻസർ ഉണ്ടെന്നതിൻ്റെ അർത്ഥമേ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ഭാര്യയുമായിട്ട് നീ വഴക്കിട്ടിരിക്കുകയാണ്, ഭർത്താവുമായിട്ട് അകന്നിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി. ഇതിനൊരു പരിഹാരം ഈശോയുടെ മനസ്സിലുണ്ട്. ഇതിനെന്തെങ്ങനെ ഇത് പരിഹരിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നീ കല്യാണം കഴിക്കണം മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന ഇടത്താണ് പോകേണ്ടത്. കാര്യം നേരത്തെ ഇതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്നതും അതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ ബൈബിളല്ല, ഏത് പുസ്തകത്തിൽ നോക്കിയാലും ക്രിസ്തു മാത്രമേ ഉള്ളൂ നിൻ്റെ വിഷയം നേരത്തെ അറിയാവുന്നത്. അത് നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ മുമ്പ് ദിവ്യകുർബാനയ്ക്ക് ഇരിക്കണില്ലേ? അതെന്താ കാര്യം? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എപ്പോഴും ഈശോനെ ആര്യത്തിൽ വട്ട വരച്ച് നിർത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ജീസസ്, യു നോ, നിനക്കറിയാം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ളതറിയാം. ഞാൻ ചാടിക്കയറി വല്ല പരിഹാരം ചെയ്ത് കുളവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ഈ വിഷയത്തിൻ്റെ മേൽ ത്രെഡ് എനിക്ക് തരണം, നീ ഈ വിഷയം ഇടപെട്ടണം. അപ്പോൾ എന്നുവെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷയത്തിൽ അതുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പരിഹാരം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ ഒരു സംഭവമുണ്ട്, അത് ഇടിവെട്ട എന്ന് വെച്ചാൽ ഈ കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ കർത്താവുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ടല്ലോ. എന്താ പറയണത്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാ. അവനെടുത്തേ 1 കൊരിന്തോസ് 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി നമുക്ക് സംയോജിക്കണമെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, അത് ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണത്. കാര്യം ദൈവം ആത്മാവാണ്. അതാണ് വിഷയവചനം എടുത്തേ. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും. കാര്യം കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരണമെന്ന് ഇപ്പം 1 കൊരിന്തോസ് 6:17 പറഞ്ഞില്ലേ. ഇനി കർത്താവുമായിട്ട് യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളും ആത്മാവായി മാറണം. നമ്മളെങ്ങനെ ആത്മാവായി മാറും? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മൾ ഏത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നതെന്ന് ചോദിക്കണത്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും
കർത്താവുമായിട്ട് യോജിക്കുന്നത്. അതാണ് ഭയങ്കര സിമ്പിളാണിത്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാനത് ചൊവ്വാഴ്ച പറയും. എനിക്ക് ഒരു മോള് സാക്ഷ്യം പറഞ്ഞാൽ, അപ്പം അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ ആൾക്കാരെ അവൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ തീരുമാനം ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നണമെന്ന് ചോദിച്ചു. അച്ഛന് വേറെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയണത് കർത്താവിനെ അറിയാവുന്നവർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ആരോടാണ് ചോദിക്കണത്, എന്താണ് ചോദിക്കണമെന്നൊക്കെ അറിയാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതിന് വേറെ വല്ല ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് പറയണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ഗൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെ ഗൈഡ് ചെയ്യാനാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ നടത്താനും വിലപടയം നടത്താനും മാത്രമല്ല. ഞാനങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. പട്ടത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അവരെ നയിക്കുകയും ദൈവത്തിൽ അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവികമായിട്ടും സുവിശേഷപരമായിട്ടും അവരെ മറുപടി പറയാൻ, അവരെ ഗൈഡ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ പുരോഹിതനാകണത്, അവിടെ മുമ്പേ പോണത്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് ശരിക്കും. കുഞ്ഞ് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ മോളെ എന്ന് പറഞ്ഞു. ഞാൻ പോയി, ഞാനെന്താ ചെയ്യണത്? ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി എൽത്താരെ വന്ന് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നെറ്റി വെക്കും. നെറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ തല സമർപ്പിക്കണമാണ്. പിന്നെ ഇനി എപ്പോൾ പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാനൊന്നുമില്ല. നമ്മുടെ സർവാംഗം, നമ്മുടെ ഇച്ഛാശക്തി, ആഗ്രഹം, താല്പര്യങ്ങൾ എല്ലാം നമ്മൾ അങ്ങനെ അടിയറ വെക്കും. നെറ്റി മാതാവിൻ്റെ ചില്ലെ കൊണ്ട് തല വെക്കത്തില്ലേ? എന്നുവെച്ചാൽ അമ്മേ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ്, അമ്മയാണ് ഇനി ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പിന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ വന്ന് വീഴുന്നത്. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുന്നതല്ലേ? അമ്മയുടെ മധ്യസ്ഥമായിട്ട് ആൾക്കാരെ കർത്താവിൻ്റെ കാലത്തിൽ വന്ന് വീഴും. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞു മോളോട് സമാധാനം പറയണം, മോളോട് സമാധാനം പറയണം. അവൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഞാൻ തിരിച്ചു വന്ന് ആളോട് ചോദിച്ചു, മോളെ ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളത് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനുശേഷം അവളോട് ചോദിച്ചു, കുഞ്ഞ് വിചാരിച്ച നമ്പർ 14 അല്ലേ? അപ്പം അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം അത് വിൽ ഓഫ് ഗോഡാണ്. എന്താ കാര്യം? ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്പർ എന്താണെന്ന് കർത്താവിനെ വെളിപ്പെടുത്തി. അത് 14 പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ അത് വിൽ ഓഫ് ഗോഡാണ്, അത് കൺകറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ആ ഡിസിഷന് കൺകറൻസ് ഉണ്ട്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ വേറൊരു സംഭവം നടക്കൂടെ. അതെന്താണ്? 1 കൊരിന്ത്യർ 2:16 ഒന്ന് വായിച്ചത്. 1 കൊരിന്ത്യർ 2:16 ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? നിങ്ങൾ ഇനി ഇപ്പം ഈ 1 കൊരിന്ത്യർ 2:16 വായിച്ചില്ലേ? ഇനി ആദ്യത്തെ വായിക്കണം. എന്താ കാര്യം? യോഹന്നാൻ 6:6 എന്താ വായിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നെന്ന്. ആര്? കർത്താവ്. അപ്പം കർത്താവിൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാരണം എന്ന വിഷയം നമ്മൾക്ക് ചോർത്തി കിട്ടും. അതെങ്ങനെ ചോർത്തി കിട്ടണത്? അത് ഈ 2 കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഇപ്പോൾ 6:17 1 കൊരിന്ത്യർ 6:17 അനുസരിച്ച് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവായി തീരുന്നു. അപ്പോഴേ ആ ഏകാത്മാവായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാരലായിട്ട് ഘടിപ്പിക്കുന്ന ഈ കമ്പ്യൂട്ടറില്ലേ, ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് തന്നെ ആയിരിക്കുമല്ല ആ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് ക്യാരി ഓവർ ചെയ്ത് വരണത്. അതുപോലെ ക്രിസ്തുവുമായി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 കൊരിന്ത്യർ എടുത്ത് 1 കൊരിന്ത്യർ 2:16 എടുത്ത് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പം സാധിക്കുന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ മനുഷ്യന് പറ്റും. എപ്പോഴാണ് പറ്റണത്? അതിൻ്റെ മെക്കാനിസം എന്താണ്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ വചനം ഏതാ? 1 കൊരിന്ത്യർ 6:17 1 കൊരിന്ത്യർ 6:17 എന്താണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ
കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഏത് മനസ്സാണ്? നേരത്തെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ, എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ ഈശോ മനസ്സിൽ കരുതിയിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടും. അതെന്ത് തിയറിയിലാണ് കിട്ടുന്നത്? അത് ഈ വചനം അനുസരിച്ചാണ് കിട്ടുന്നത്. ഏതാണ്? ഈ 1 Corinthians 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടി പാരലായിട്ട് ഘടിപ്പിച്ച കമ്പ്യൂട്ടർ പോലെയായി സംഭവം. കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ആചാര ജീവിതമാണ്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ച് കൂട്ടുന്ന എല്ലാം ആചാര ജീവിതങ്ങളാണ്. അത് ആത്മീയ ജീവിതം അല്ല ശരിക്കും പറഞ്ഞാൽ. ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ഇന്ത്യ നിലവാരമുള്ള കർത്താവിൻ്റെ സഹശുശ്രൂഷകരായി നമുക്ക് വളരാം. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ആലപ്പുഴ പറവൂരിൽ നിന്ന് വരികയാണ്. ഞാൻ ഈ 2023 ജൂൺ 2-ാം തീയതിയാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ എറണാകുളത്ത് കൊടക് മഹീന്ദ്ര ബാങ്കിൽ സെയിൽസ് ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, ക്രെഡിറ്റ് കാർഡ് സെക്ഷനിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ അപ്സ്റ്റേഴ്സിൽ വന്നൊരു കുട്ടിയായിട്ട് പരിചയപ്പെടുകയും ആ ആൾ ഒരു UK കമ്പനിയിൽ ഒരു കെയർ ഗിവേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എന്നോട് അതിൻ്റെ കാര്യം പറയുകയും ഞാനപ്പോൾ പോകാൻ UK ഇങ്ങനെ കെയർ വിസയിൽ പോകാമെന്നുള്ള പ്ലാനിങ് ആയതും അപ്പോൾ IELTS മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IELTSന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകം അല്ലാണ്ട് ₹1 പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. എൻ്റെ ഫാമിലി ഫിനാൻഷ്യലി ഭയങ്കര ലോ ആയിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതാൻ വേണ്ടി പഠിച്ചു, പ്രിപ്പയർ ചെയ്തു. അവർ പറഞ്ഞ റിക്വയർഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 4.5 ആയിരുന്നു. ഞാൻ എഴുതി, എനിക്ക് 5.5 കിട്ടിയുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കൺസൾട്ടൻസി ഓഫീസിൽ പോയി ഡയറക്റ്റ് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തത്. അപ്പോൾ അറിഞ്ഞ് അവിടെ 2 വർഷമായിട്ട് പോവാണ്ട് പെൻഡിങ്ങിൽ കിടക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇവർ പോയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്ലാൻ എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് വിട്ട് ഞാൻ ശരിക്കും മെൻ്റലി ഭയങ്കര ലോ ആയിപ്പോയി. കാര്യം ഞാൻ അത്രയും ഡ്രീം ചെയ്ത് നിന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ കേസ് UK എന്നുള്ള ഒരു ഡ്രീമേ വിട്ട ഒരാളാണ് ഞാൻ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ നേരത്തു ഓരോ ഇൻടേക്ക് ടൈം ആയത് കാരണം യൂണിവേഴ്സിറ്റിയുടെ ആഡ് കുറേ കണ്ടിട്ട് വെറുതെ എല്ലാ ആഡിനും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഇരുന്നു. എനിക്ക് ഒരുപാട് കൺസൾട്ടൻസിയിൽ നിന്ന് കോൾ വന്നു. കോൾ എടുക്കും, സംസാരിക്കും, ഇത്ര എമൗണ്ടാന്ന് അറിയുമ്പോൾ ഞാനത് വിട്ട് കളയും. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിത്തൗട്ട് കൊളാറ്ററിൽ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു സ്കീം അറിഞ്ഞത്. അങ്ങനെ എനിക്കത് നോക്കാമെന്നും പറഞ്ഞിട്ട് വിത്തൗട്ട് കൊളാറ്ററിൽ നോക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങി നടന്നു. ഒരുപാട് ബാങ്കിൽ, ഇപ്പോൾ ആലപ്പിയിലുള്ള ഒട്ടുമിക്ക എല്ലാ ബാങ്കിലും വിത്തൗട്ട് കൊളാറ്ററൽ ലോൺ കിട്ടുമോയെന്ന് അറിയാനായിട്ട് ഞാൻ പോയി. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞ ബാങ്കിൽ തന്നെ ഇറക്കി വരെ വിട്ടു. അവർക്ക് അക്കൗണ്ട് ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അക്കൗണ്ട് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഇരുന്ന ഞാൻ പിന്നെ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പം എന്നെ സ്റ്റഡി വേൾഡ് എന്നുള്ളൊരു കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വരാനൊരു ചാൻസ് ഇല്ല, കാര്യം ഇപ്പം ഇത്രയും എമൗണ്ട് റേസ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനിത് ഡ്രോപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നെ പോലെ HDFC ക്രെഡിറ്റ് ലോൺ കൊടുക്കുന്നുണ്ട്, അത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിയറസ്റ്റ് HDFC ബാങ്കിൽ കോൺടാക്ട് ചെയ്തു. അവിടെ ഡയറക്റ്റ് പോയി സംസാരിച്ചു. അപ്പോൾ അവർ ക്രെഡില്ലയുടെ ടീംസിൻ്റെ നമ്പർ തന്നു. ക്രെഡില്ലയുടെ HDFC ബാങ്കിൻ്റെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ക്രെഡില്ല എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു, എല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം ഷെയർ ചെയ്തു. ലോണിന് വേണ്ടി വെച്ച് പിന്നെ തടസ്സങ്ങളായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പ്രാർത്ഥനയില്ല. ഞാൻ മന്ത്ലി ഒരു 7-8 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഒരു ഹിന്ദു റിലീജിയനിൽ നിന്ന് വരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ വഴിപാട് ചെയ്യും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എനിക്കതിൻ്റേതായ ഒരു പ്രതിഫലം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന്
ഇവിടെ വന്ന് ലോണിന് വേണ്ടി വെക്കാൻ വേണ്ടി ഇവിടെ ആദ്യം വന്നത്. അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞു, മോളെ നീ ഉടമ്പടി എടുക്ക്. ഞാൻ സിസ്റ്ററോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാ സിസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കും, എൻ്റെ കാര്യം നടക്കും. അങ്ങനെ ഉടമ്പടി എടുത്ത് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ലോൺ സാങ്ഷനായിട്ട് കിട്ടി. എൻ്റെ ലോൺ സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച്, എനിക്കമ്മ ലോൺ എനിക്ക് കിട്ടുകയാണ്, ഞാൻ അതിൻ്റെ പിറ്റേന്ന് ഇവിടെ വന്നേക്കാം സാങ്ഷൻ ആവുകയാണെങ്കിൽ. അതുപോലെ കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. പിന്നെ പ്രാർത്ഥന മുടക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേന്ന് ഞാൻ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനിങ്ങനെ അലാറം ഒന്നും വെച്ചില്ല. രാവിലെ 5:30 പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ ഉറങ്ങിപ്പോയി. വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കാണുക, ഒരു അമ്മയും മോനും സ്കൂളിൽ പോയി. ഈ അമ്മയ്ക്ക് എന്തോ പ്രോഗ്രസ് റിപ്പോർട്ടിന്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ അമ്മ വാഷ്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുമ്പോൾ യൂറിൻ പോകുന്നത് എനിക്കാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ്, എനിക്ക് യൂറിൻ പോകുന്നത് ക്ലിയറായിട്ട് എൻ്റെ ബോഡി വെറ്റാവുന്ന എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മേത്ത് ഒരു തുള്ളി യൂറിൻ ഇല്ല. ഞാനപ്പം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ടൈം 5:07. ഞാൻ അപ്പം തന്നെ എൻ്റെ ആൻറ്റിയെ വിളിച്ച ആ സമയത്ത്. എൻ്റെ ആൻറ്റി ഖത്തറിലാണ്. ആൻറ്റിയെ വിളിച്ച് ഞാൻ പറഞ്ഞു, ആൻറ്റി ഇന്ന പോലൊരു സംഭവമുണ്ട്, എന്നെ ആരോ വിളിച്ചുണർത്തുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ആൻറ്റി പറഞ്ഞു, നിന്നെ മാതാവ് വിളിച്ചുണർത്തിയതായിരിക്കും, നീ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയതായിരിക്കും, ആദ്യമായിട്ടല്ലേ. അന്ന് തൊട്ട് എനിക്ക് വിശ്വാസം ഇരട്ടിച്ച് ഇവിടത്തേക്കുള്ള. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് ഒരു വട്ടം പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നെനിക്ക്. പിന്നെ ഒരു ദിവസം മുടങ്ങാണ്ട് കറക്റ്റ് ആ ടൈമിൽ ഞാൻ എഴുന്നേക്കും, രാത്രി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, കൊന്ത ചൊല്ലും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. തടസ്സങ്ങളുണ്ടായെങ്കിലും പിന്നെ തടസ്സങ്ങൾ വന്നു. പക്ഷെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. HDFC ക്രെഡില്ല, ചെന്നൈ ടീമാണ്. നമുക്കൊരു അത്ര റെസ്പോൺസിബിലിറ്റി അവർക്കില്ല. വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. അവർ തോന്നിയ സമയത്താണ് അപ്ഡേറ്റ് നമുക്ക് തരുന്നത്. പക്ഷേ എനിക്കൊരു വഴിയില്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും. എനിക്ക് വിഷമം വന്ന ഓടി ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അവിടെ പോയിരുന്ന് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ വിളിച്ചതിന് മാത്രമുള്ള ബലം എനിക്കുണ്ടായി. എനിക്ക് ലോൺ കിട്ടി. ലോൺ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഉള്ള ഒരു കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിന് അവർ തന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പഠിച്ചു. പക്ഷേ പെട്ടെന്ന് അവരെന്നോട് മൊഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ടായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പെട്ടെന്ന് മൊഡ്യൂൾ ചോദിച്ചപ്പോൾ എനിക്ക് മൊഡ്യൂൾ പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് അവർ ചോദിച്ചു, അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബോഡി ഫുള്ള് വെറ്റായിട്ടാണ് ഞാൻ ആ റൂമിൽ നിന്ന് സൂം ഇൻ്റർവ്യൂ ഇറങ്ങിച്ചെന്നത്. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഫെയിൽഡ് ആവും, എനിക്ക് പറയാൻ പറ്റിയില്ല, എനിക്ക് നന്നായിട്ട് ഇത്ര ഓടിയ വെറുതെ ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് സംസാരിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാസിന് വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ ക്യാസ് വരാൻ ലേറ്റ് ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ഏജൻസിയിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ക്യാസ് വരാൻ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, സെപ്റ്റംബർ ജനുവരിയിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അതുവരെ പറ്റത്തില്ല, ഞാൻ ഇതിനു വേണ്ടി ഓടിയത്, എനിക്ക് മാക്സിമം സെപ്റ്റംബറിൽ തന്നെ പോകണം. അപ്പോൾ ക്യാസ് വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ക്യാസ് വേഗം വരണം, എനിക്ക് സെപ്റ്റംബർ 20-നുള്ളിൽ എനിക്ക് പോകണം ഇവിടുന്ന്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച ആയപ്പോൾ എനിക്ക് ക്യാസ് വന്നു. ക്യാസ് വന്നപ്പോൾ പിന്നെയുള്ള കടമ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ വിസയായിരുന്നു. എൻ്റെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് മുംബൈയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ നാട്ടിൽ വന്നു. മുംബൈ പോകാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. എയർ ഏഷ്യ ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് സൺഡേ ഇവിടുന്ന് പോയി 11:50 ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പായപ്പം അനൗൺസ് ചെയ്തു ഞങ്ങൾ കയറിയ ഫ്ലൈറ്റിന് വീലിന് എന്തോ തകരാറ്, തിരിച്ച് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുമോ. ഈ വീലിൻ്റെ തകരാറിൻ്റെ പേടിയും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയും അതിന് മേളിലായിട്ട് എനിക്ക് പേടി. എൻ്റെ അപ്പോയിൻമെൻറ്റ് മുടങ്ങും. എൻ്റെ അപ്പോയിൻമെൻറ്റ് മുടങ്ങി രാത്രി 12 മണിക്കുള്ളിൽ അത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ആ അപ്പോയിൻമെൻറ്റ് പോകും. എനിക്ക് പിന്നെ ടൈം തീരെയില്ല. എനിക്ക് 25-ാം തീയതി എനിക്ക് എൻറോൾമെൻ്റ് ആണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ. എനിക്ക് വേറൊരു വഴി എനിക്കില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് ആ ഫ്ലൈറ്റിൽ ഇരുന്ന് ഞാൻ എൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് എന്തെങ്കിലും വരുന്നതിന് എനിക്ക് പേടിയില്ല, പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് അവിടെ പോകണം. അങ്ങനെ ഞാൻ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, അത് വേറെ ഫ്ലൈറ്റ് ഇനിയില്ല.
ആ ഒരു രാത്രി കൊണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോലും എത്താൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് ഇൻഡിഗോയിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റും, അവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തിട്ട് 2 ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. പൈസ പോയാലും കുഴപ്പമില്ല, പോകണമെന്ന് വെച്ചു. ഞങ്ങൾ മുംബൈയിലെത്തി. എല്ലാവർക്കും 1/2 മണിക്കൂറും 1 മണിക്കൂറോളം നിൽക്കുന്ന പ്രൊസീജിയർ എനിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വിസയുടെ ഞാൻ പ്രയോറിറ്റി വിസയാണ് വെച്ചത്. എനിക്ക് ഞാൻ വിസ വന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ 22 ഞാൻ ഇവിടുന്ന് പോകും UK. അതുപോലെ തന്നെ എൻ്റെ വിസ കിട്ടി. എൻ്റെ ഹസ്ബൻഡിനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു, പുള്ളിയെ കൊണ്ടുപോകാനായിട്ടുള്ളത്. പിന്നെ പ്രേക്ഷിത പ്രബലം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും സഹായം ചെയ്യാറുണ്ടായിരുന്നു. പറവൂർ മരിയ ഡാം എന്ന് പറഞ്ഞിട്ടൊരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കോൺവെൻറ്റ് പോലെയുണ്ട്. അവിടെ അന്നദാനം കൊടുക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും, അവർക്ക് സ്വീറ്റ്സ് അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കും, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ഓണത്തിന് ഞാൻ എൻ്റെ വീട് പോലും വിട്ട് ഞാൻ അവിടെയായിരുന്നു എൻ്റെ ഓണം. അങ്ങനെ എന്നെ കൊണ്ട് അതുപോലെ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കും, മരുന്ന് കൊടുക്കും. IMS ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം കൊണ്ട് കൊടുക്കുന്നത് പള്ളികളുടെ വാതിക്കലൊക്കെ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു കൊടുക്കാനായിട്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ എനിക്ക് ആ പേടിയില്ലാണ്ടായി. ഞാൻ പിന്നെ കൊടുക്കുന്ന മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഓടിക്കുന്നവർക്കും മെഡിക്കൽ കോളേജിൽ വരുന്ന പേഷ്യൻസിനും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പോകുന്നിടത്തൊക്കെ ഞാൻ പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഒന്ന് പോകാൻ വേണ്ടി, ഇത് മാത്രം മതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു നാണക്കേടും ഇല്ലാണ്ട് ഞാൻ പറയുമായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ബലം കൊണ്ടും എൻ്റെ അമ്മയുടെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ബലം കൊണ്ടും എൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുണ്ടായെങ്കിലും എല്ലാം തട്ടിമാറ്റി നടത്തി തന്നു. ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യമായിരുന്നു. എനിക്ക് പീരീഡ്സ് മന്ത്ലി ഞാൻ ഒന്നെങ്കിൽ ഒരു മാസം 2 വട്ടം പീരീഡ്സ് ആവും, ഇല്ലെങ്കിൽ 2 മാസം ആവാതിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് PCOD ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൽ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ആ കാര്യം. പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ആ മന്ത് തൊട്ട് എനിക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് വരുന്നുണ്ട്. എനിക്ക് പെയിന് വരുന്നില്ല. അതൊക്കെ എനിക്ക് ഓരോ അനുഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രാർത്ഥിക്കാൻ നേരത്ത് മുല്ലപ്പൂവിൻ്റെ മണം എന്നെ വന്നിട്ട് ഈ കാറ്റ് തട്ടി എൻ്റെ മേത്ത് തട്ടുന്ന പോലത്തെ ഒരു ഫീലിങ്, ഞാൻ ഉറക്കത്തിൽ സാക്ഷ്യം പറയുന്നതായിട്ട് സ്വപ്നം കാണൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായി. എനിക്ക് എൻ്റെ മനസ്സിൽ ആരെങ്കിലും കിടന്നിങ്ങനെ പറയുന്ന, എനിക്ക് ഗ്യാസ് വരുന്ന സമയമായപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുക, ആ മൂലയ്ക്ക് ഞാൻ ഇരിക്കാൻ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെയിൽ നോക്കും. എനിക്ക് ഗ്യാസ് വന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പോകുന്ന തോട്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന് ആരോ പറയുന്നു, നീ നിൻ്റെ മെയിൽ ചെക്ക് ചെയ്യ്, മെയിൽ നോക്ക്. ഞാൻ മെയിൽ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഗ്യാസ് അതിൽ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ IMS പള്ളിയുടെ വാതിക്കിരിക്കുന്ന ഒരു അമ്മയുടെ കാല്, ഞാൻ അവിടെ പോകുമ്പോൾ ഒരു മെഴുതിരി മേടിക്കാൻ കയറി പരിചയമാണ് അമ്മയായിട്ട്. ആ അമ്മയുടെ കാലിൽ 2 ആണിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ കൈ ഇരുന്ന തൈലം ഒരു വട്ടം പിന്നീട് പോയപ്പോൾ അമ്മയുടെ കാല് ഞാൻ തേച്ച് കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, കാല് എങ്ങനെയുണ്ട്? കൊണ്ട് ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ 2 ആണിയിൽ 1 ആണി കാണുന്നില്ല. ആ സിസ്റ്റർ തന്നെ ചോദിച്ചത് എവിടെ പോയി ചോദിച്ചു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് എല്ലാവരും ഒരേ ഒരു കാര്യം, ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ആൾക്കാർ ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങളുടെ കാര്യം നടക്കും. എനിക്ക് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ, എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് തൊട്ടേനും പിടിച്ചതിനും എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് എൻ്റെ ദേഷ്യം എനിക്ക് മാറ്റിത്തരണമെന്നായിരുന്നു. ഇപ്പം അപ്പാടെ ഞാൻ മാറി. ഞാൻ ഭയങ്കര കാമായിട്ട് ഇപ്പം എൻ്റെ സ്വഭാവം കംപ്ലീറ്റ്ലി ചേഞ്ചായി. എനിക്ക് ഇത്രയും മാറ്റങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്ക് തിരുകുമാരന് 1000 നന്ദി ഞാൻ പറയുന്നു.